ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്തു വെച്ചതാണ്. ഞാൻ ആദ്യമായിട്ട് ഒരു ചെറിയൊരു സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയ ദിവസത്തേക്ക് ജസ്റ്റ് കുറച്ച് ക്ലിപ്സ് എടുത്ത് വെച്ചതാണ്. അപ്പോൾ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോകണം, നേരത്തെ ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളിന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ്. അപ്പം ഞാൻ രാവിലെ കാപ്പിയൊക്കെ ഉണ്ടാക്കി, പിന്നെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കുകയാണ്. ചില സമയത്ത് ഈ ഉപ്പുമാവ് ഞാൻ ഉണ്ടാക്കുമ്പം കറക്റ്റായിട്ട് കിട്ടാറുണ്ട്, ചില സമയത്ത് ഫ്ലോപ്പായി പോകാറുണ്ട്. എന്തായാലും ഇത്തവണ ഉണ്ടാക്കിയപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുകയാണ്. ഉപ്പുമാവ് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കുന്ന കേട്ടോ. ചിലർക്കിത് ഇഷ്ടമല്ല, പക്ഷേ എനിക്ക് വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഉപ്പുമാവ് എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി, അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങളുടെ പറമ്പിൽ നിന്ന് ഞാൻ ഈ ഒരു പപ്പായ കട്ട് ചെയ്ത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് വൃത്തിയാക്കിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇപ്പം നിങ്ങൾ എൻ്റെ ഇടത്തെ കയ്യിൽ കണ്ടോ, ഒരു ചെറിയൊരു സിസ്റ്റ് പോലെ കാണുന്നുണ്ടോ? അപ്പോൾ അതാണ് നമ്മൾ റിമൂവ് ആക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് കുറേ നാളായിട്ട് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതിൻ്റെ ചുറ്റും ഒരു ബ്ലാക്ക് കളറൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പം വിചാരിച്ചു അതങ്ങ് കളഞ്ഞേക്കാം, അധിക സമയം എടുക്കത്തില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഒരു 20 മിനിറ്റ്സ് ഒക്കെ എടുക്കുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം അത് എന്താ പറയുക, ഈ സമയത്താണ് നമ്മുടെ പപ്പായ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഇങ്ങനെ കുരുക്കളൊന്നും ഇല്ല കേട്ടോ, കറുത്ത കുരുക്കളുണ്ടാവുമല്ലോ, അതൊന്നും ഇല്ല. എനിക്കെന്തത് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പപ്പായ. ഇതിൻ്റെ പേര് റെഡ് ലേഡി എന്നാണ് കേട്ടോ, ഞങ്ങളുടെ വീട്ടിലുണ്ട്. അപ്പം ഇതിന് ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു പപ്പായയ്ക്ക്. പഴുത്ത് കഴിഞ്ഞാൽ ഇത് ശരിക്കും പഴുത്തിട്ടില്ല, കുറച്ച് പഴുത്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. എന്നാലും ഇതിന് ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എനിക്കിത് നല്ല ഇഷ്ടമായതുകൊണ്ട് ഞാനിങ്ങനെ ക്യൂബ്സാക്കി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെക്കും കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ ഓരോന്നോരോന്നെടുത്ത് കഴിക്കും. എന്താണെന്നറിയത്തില്ല, അങ്ങനെ കഴിക്കാനായിട്ട് വെറുതെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഈ പപ്പായൊക്കെ കട്ട് ചെയ്തു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇത് കഴിച്ചു. അപ്പോൾ ഇനി നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം. അപ്പം നേരത്തെ ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വേഗം തന്നെ റെഡിയായിട്ട് പോവാണ്. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാട്ടോ ഇത്. ഭയങ്കര രസമാണ് ഇപ്പോഴത്തെ ക്ലൈമറ്റ്. കാരണം ഭയങ്കരമായിട്ട് നമ്മുടെ അവിടെയൊക്കെ നല്ല പാടശേഖരങ്ങളാണ്, പാടശേഖരം എന്നല്ലേ പറയുക. അപ്പം അതിനകത്ത് ഇങ്ങനെ മൂടൽമഞ്ഞ് വീണിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. മുഴുവൻ കോടമഞ്ഞ് ഇങ്ങനെ ഇറങ്ങി നിൽക്കുകയാണ്. ഭയങ്കര രസമുണ്ട് കാണാൻ. പ്രത്യേകിച്ച് ഈ ഒരു രാവിലത്തെ ടൈമിലാട്ടോ ഇത്രയും അടിപൊളിയായിട്ട് കാണാൻ പറ്റുക. അപ്പോൾ ഇത് കാണാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ഇങ്ങനെയാണെന്ന് വിചാരിച്ചില്ല. എന്തായാലും നല്ലൊരു ക്ലൈമറ്റ്, നല്ല പ്രകൃതി, നല്ല നേച്ചർ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിലോട്ടുള്ള ആ ഒരു യാത്ര, സാധാരണ നമുക്ക് ഹോസ്പിറ്റലിൽ പോകുമെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ടെൻഷൻ അങ്ങനെയൊക്കെയാണല്ലോ. അപ്പം എനിക്കെന്തായാലും അത്ര വലിയ അസുഖമൊന്നും അല്ലാത്തതുകൊണ്ടും എന്താണെന്നറിയത്തില്ല, ഞാൻ വലിയ കുഴപ്പമില്ലാണ്ട് ഇതൊക്കെ എൻജോയ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. എന്തായാലും അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവാം കേട്ടോ. ഇന്ന് നമ്മളവിടെ അഡ്മിറ്റ് ആവുകയാണ്. സർജറി ഇന്ന് ചെയ്തിട്ട് നാളെ തിരിച്ച് പോരത്തേ ഉള്ളൂ. ഒരു ദിവസം അഡ്മിറ്റ് ആവാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ കണ്ടില്ലേ, അടിപൊളിയായിട്ടില്ലേ വ്യൂ ഒക്കെ. നല്ല രസമാണ് കേട്ടോ, ഈ വീഡിയോയിൽ കാണുമല്ലോ, നേരിട്ട് കാണാൻ ഭയങ്കര രസമാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു സിസ്റ്റ് കണ്ടോ, ഇതാണ് നമ്മൾ റിമൂവ് ആക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഞങ്ങളുടെ ടോക്കൺ നമ്പർ ആകുമ്പം ഡോക്ടറെ കാണണം. നല്ല തിരക്കുണ്ട് കേട്ടോ, ഇവിടെ ഈ ഹോസ്പിറ്റലിൽ നല്ല തിരക്കാണ്. അപ്പം ഞങ്ങൾ ഡോക്ടറെയൊക്കെ കണ്ടു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് റൂമിലേക്ക് പോകാം. ഞങ്ങൾ AC റൂം ചോദിച്ചു, കിട്ടിയില്ല, നോൺ AC ആണ് കിട്ടിയത്. അപ്പോൾ ഇതൊരു കുഞ്ഞ് റൂമാണ്, അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലൊരു ബാൻഡ് നിങ്ങൾ കണ്ടില്ലേ, അത് നമ്മളിവിടെ വരുമ്പോഴത്തേക്കിനും റൂമിൽ വരുമ്പോൾ അവർ നമുക്ക് കൈ കെട്ടിത്തരുന്ന റൂമിൻ്റെ നമ്പറാന്ന് തോന്നുന്നു അതിൽ എഴുതിയിരിക്കുന്നത്. പിന്നെ ബൈബിളുണ്ട്. ഞാൻ ബൈബിൾ തുറന്ന് വായിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്ക് കിടക്കാനുള്ള ബെഡുണ്ട്. പിന്നെ ഇതാണ് പുറത്തേക്കുള്ള ഒരു വ്യൂ. ഹോസ്പിറ്റലിൻ്റെ എൻട്രൻസും എല്ലാം കാണാനായിട്ട് പറ്റും. ഞങ്ങൾ 4th ഫ്ലോറിലായിരുന്നെന്ന് തോന്നുന്നു കേട്ടോ റൂം കിട്ടിയത്, ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ ഇതാണ് റൂമിൻ്റെയും പുറത്തുള്ള കാഴ്ചകളൊക്കെ കേട്ടോ. പിന്നെ ഇവിടെ കിട്ടിയ ഒരു കട്ടിലുണ്ടല്ലോ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കട്ടിലിൽ കിടക്കുന്നത്. ഇതിന് പാരാമൗണ്ട് കട്ടിലെന്നാണ് പറയണേന്ന് തോന്നുന്നു കേട്ടോ. അതിൽ കുറേ ബട്ടൺസൊക്കെ ഉണ്ട്, അതിങ്ങനെ നമ്മൾ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ കാലിൻ്റെ ഭാഗവും തലയുടെ ഭാഗമൊക്കെ ഇങ്ങനെ പൊക്കുന്നൊക്കെ ചെയ്യാം. നല്ല ഒരു കണ്ടുപിടുത്തമാണ് ഈ പാരാമൗണ്ട് കട്ടിലെന്ന് എനിക്ക് തോന്നുന്നു. രോഗികൾക്ക് സൗകര്യമാണ്, ആളുകൾക്ക്. അപ്പം ഞാൻ എന്തായാലും സർജറിക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ബൈബിളിൽ നിന്ന് സങ്കീർത്തനങ്ങൾ അതൊക്കെ എടുത്തിട്ട് വായിക്കുകയാണ്. ഇതാണ് ഞാൻ കൈ കെട്ടിക്കുന്ന ബാൻഡ്.
സർജറിക്ക് മുന്നേ ആയിട്ട് അവരെൻ്റെ കയ്യിൽ ഇങ്ങനെ ഡ്രിപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഡ്രിപ്പ് കയറ്റാനായിട്ടുള്ള ആ സൂചിയൊക്കെ കുത്തിയിട്ടുണ്ട്. ചെറിയൊരു വേദന ഉണ്ട് കേട്ടോ. പിന്നെ റൂമിൽ TV ഉണ്ട്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ കട്ടിൽ, നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് സർജറി കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ സർജറി കഴിഞ്ഞു. ഒരു അരമണിക്കൂർ പോലും എടുത്തില്ല കേട്ടോ, പെട്ടെന്ന് കഴിഞ്ഞു. അപ്പോൾ അവരിത് കവർ ചെയ്തിങ്ങനെ തന്നിരിക്കുകയാണ്. ഇത് നാളെ അഴിക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചു. 3 സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ കയ്യിൽ, അത് പറയാൻ വിട്ടുപോയി. അതെനിക്കപ്പോൾ ആ സമയത്ത് അറിയത്തില്ലായിരുന്നു, അടുത്ത ദിവസമാണ് ഞാനത് അറിഞ്ഞത്. പിന്നെ എൻ്റെ കയ്യിലുള്ള സിസ്റ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ അതിൻ്റെ പേര് ഗാംഗ്ലിയോൺ സിസ്റ്റം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അത് കുഴപ്പമുള്ള സിസ്റ്റമൊന്നും അല്ല, സാധാരണ എല്ലാവർക്കൊക്കെ വരുന്നതാണ്. അത് പ്രശ്നമുള്ള സംഭവമൊന്നും അല്ല, അതങ്ങ് എടുത്തു കളഞ്ഞാൽ മതി, അത് കുഴപ്പമൊന്നുമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് കുറേ ആൻറ്റിബയോട്ടിക്സും അങ്ങനെ മരുന്നൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. സ്റ്റിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് വേറൊരു ദിവസം വരണമെന്നും പറഞ്ഞിട്ടുണ്ട്, 2 ആഴ്ച കഴിയുമ്പം. അതുവരെ റെസ്റ്റ് ചെയ്യണമെന്നാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. പിന്നെ ഫുഡ് വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാ ഫുഡും നല്ലതായിരുന്നു, എല്ലാ ഫുഡും എനിക്കിഷ്ടമായി കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം കണ്ടോ, കയ്യിലെ ആ ഒരു ബാൻഡേഡ് കളഞ്ഞു. അപ്പോൾ കണ്ടോ 3 സ്റ്റിച്ചുണ്ട് ഇതിനകത്ത്. 3 എണ്ണമാണെന്നാണ് എൻ്റെ ഒരു അറിവ്, എൻ്റെ ചെറിയ അറിവ് വെച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജായി വീട്ടിലേക്ക് പോവുകയാണ്. ചെറിയൊരു പ്രൊസീജിയറായിട്ട് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനി ഡോക്ടർ പറഞ്ഞേക്കുന്നത് ചെറിയ മൂവ്മെൻ്റൊക്കെ ചെയ്യാമെന്നാണ്, അധികം കൈ അനക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ കേട്ടോ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതിലേക്കും ബൈ.